ഇതാണ് യഥാർത്ഥ ശക്തി. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയും കൈകൊണ്ട് അരിയിടിച്ചും വർഷങ്ങളായി നേടിയെടുത്ത ശക്തി. അയ്യോ, മീൻ പിടിക്കാൻ വന്നിട്ട് ഡോൾഫിൻ കിട്ടി. ഇതെന്താ കുളത്തില്? പക്ഷെ നല്ല സുന്ദരനാണല്ലോ. ഇതെന്റെ പുതിയ ലൈറ്റർ. ഇതിന്റെ തീ പൊളിയാണ്. ഡ്രാഗണിനെ പോറ്റുന്നത് അത്ര ബുദ്ധിമുട്ടല്ല. ദിവസം ഒരു ചെറിയ ബിസ്ക്കറ്റ് പോയി. ഈ സ്കേറ്റിംഗ് പൊളിച്ച 80 വയസ്സിൽ ഇങ്ങനെ പായുന്ന കണ്ടിട്ടുണ്ടോ? മക്കൾ പറഞ്ഞ അമ്മച്ചി വീട്ടിൽ നിന്ന് ബുക്ക് വായിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പുതിയ ജോലിയാണിത്. ഇവിടെ ചന്ദ്രൻ മുഴുവൻ കിളച്ച് നിരപ്പാക്കണം. പിന്നെ ഇവിടെയുള്ള കുഴികളും മൂടണം. മക്കളെ, അപ്പാപ്പൻ ഉയരത്ത് കയറിയ മിന്നലേൽകാന്ന് കേട്ടു. അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കയറിയതാ. അപ്പാപ്പൻ വടിയായില്ലേ? അടുത്ത വീഡിയോ കാണാം. ഈ പൂരത്തിന് ആനകൾക്ക് പകരം ഡ്രാഗൺ വന്നല്ലോ. അവര് പറന്ന് കളിക്കുന്നു. ഈ വാഴയിൽ തൊലി കളഞ്ഞ വാഴപ്പഴം വളരുന്നു. തൊലി കളയണ്ട, ഡയറക്റ്റ് കഴിക്കാം. എക്സ്പോർട്ട് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ്. ന്യൂയോർക്കിലും നമ്മുടെ നെന്ത്രൻ ചിപ്സിന് ഡിമാൻഡ് ഉണ്ട്. ഇവിടെ ഒരു പാക്കറ്റ് $10 വിൽക്കാം. അമേരിക്കക്കാർക്ക് കേരളത്തിന്റെ രുചി കൊടുക്കാം. ഇന്നു മുതൽ KSRTC ബസ് കടലിലും ഓടുന്നു. റോഡിൽ ട്രാഫിക് കൂടുതലായതുകൊണ്ട് വാട്ടർ റൂട്ട് ആരംഭിച്ചു. എന്താ സാറേ ഇത്ര രാത്രിയായിട്ട് ചായ കുടിക്കാൻ വന്നത്? നിങ്ങൾ ഏത് നാട്ടുകാരാ? ചായയിൽ പഞ്ചസാര കൂടുതൽ വേണോ? ചന്ദ്രനിലും കുടിക്കാൻ ചായ വേണല്ലോ. ഇവിടെ ഗ്രാവിറ്റി കുറവാണ്, അതുകൊണ്ട് ചായ എപ്പിൽ നിന്ന് പൊങ്ങിപ്പോകുന്നു. ഈ നെൽകൃഷിയിൽ ഇത്ര വലിയ അരിധാന്യം വന്നതെങ്ങനെ? ഒന്നുകൊണ്ട് പൂർണ്ണ കുടുംബത്തിന് ഭക്ഷണമാവും. പക്ഷെ ഇത് എങ്ങനെ പാകം ചെയ്യും? സാധാരണ ചട്ടി കയറില്ലല്ലോ. ഇത് ഒരുപാട് കിട്ടുമല്ലോ. അതെ, നോക്കുമ്പോ സന്തോഷം തോന്നുന്നു. ഇന്നത്തെ പണി കഴിഞ്ഞു. മക്കളെ, കിണർ കുഴിച്ചപ്പോ താഴെ കടൽ കണ്ടെത്തി. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ കടലില്ലല്ലോ. ഇത് എവിടുന്നാ വന്നത്? ഇതിൽ മീനുണ്ടോ? നമുക്ക് മീൻ പിടിക്കാവോ? സർ, നിങ്ങളുടെ കൈ കുറച്ച് ചെറുതാണ്. ഷേവിംഗ് ബ്രഷ് പിടിക്കാൻ പറ്റുമോ? 100 കോടി വർഷം മുൻപുള്ള ഹെയർ സ്റ്റൈൽ ഇപ്പോഴും ഫാഷനബിൾ ആണോ? റോബോട്ടുകൾക്കും കഥകളി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇവർ കണ്ണും മിഴിക്കാതെ നോക്കുന്നു. പക്ഷേ വികാരങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. റോബോട്ടെ, അങ്ങോട്ട് അനങ്ങിയടിക്കൂ. ആ മൂലയിൽ ഇലകൾ കൂടുതലുണ്ട്. എന്റെ അമ്മായിയമ്മ വന്ന വീട് വൃത്തിയായിരിക്കണം. എൻ്റെ കുഞ്ഞെ, നല്ല പോലെ ഊതിക്ക് മീൻകറി വേവിക്കാൻ. ഈ ഡൈനോസർ ആനയേക്കാൾ കൂടുതൽ അനുസരണയുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഭക്ഷണം ഒരു ദിവസം 500 തേങ്ങ വേണ്ടി വരും. കല്യാണത്തിന് ബുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചേട്ടാ, 2 കിലോ ടീറക്സ് മീറ്റ് തരാവോ? വീട്ടിൽ വിശേഷമുണ്ട്. ഈ ഡ്രാഗൺ മീറ്റ്. മക്കളെ, ഇതുപോലുള്ള ഞെട്ടിക്കുന്ന കണ്ടന്റുകൾ കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. എൻ്റെ കുഞ്ഞെ, നല്ല കുട്ടി. ഇത്രയും വലുതായിട്ടും എത്ര സാധുവാണ്. അയൽവാസികൾ പേടിച്ചോടുന്നു. ചേട്ടാ, 3 സെറ്റ് പൊറാട്ടയും ബീഫ് കറിയോ? ദേ, ബാക്കി പൈസയ്ക്ക് ആ ബിസ്ക്കറ്റ് തന്നെ കാമോ? ദൈവമേ, ഇന്ന് കച്ചവടം നല്ല കുറവാണല്ലോ. ഇത്ര സമയമായിട്ടും ആരെയും കാണുന്നില്ലല്ലോ. ഒരുത്തനും ഈ വഴിക്ക് വരുന്നില്ലല്ലോ. ഓ, ഇത് നല്ല രസമുണ്ട്. ടാറിട്ട റോഡിലൂടെ പോകുന്നവരും നല്ലതാണ്. വെള്ളത്തിലൂടെയുള്ള ഈ യാത്ര. അടുത്ത തവണ ദുബായിൽ പോകാൻ ടിക്കറ്റ് എടുക്കണ്ട. ഈ ഡ്രാഗണിന് ഒരു ജലദോഷം വന്നാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നല്ല പാടാണ് ഇതിനെ കൊണ്ട് നടക്കാൻ. മക്കളെ, 80 വയസ്സായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറക്കുന്നു കാണുന്നുണ്ടല്ലോ. ഇതുപോലുള്ള അത്ഭുതകരമായ വീഡിയോകൾ കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ പാരച്യൂട്ട് ഇല്ലാതെ ചാടുന്നത് കാണോ? മക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ എല്ലാവരും കമന്റ് ചെയ്തു, അമ്മൂമ്മ പാരാഷൂട്ട് ഇല്ലാതെ ചാടുന്നത് കാണണമെന്ന്. നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അമ്മൂമ്മ അത് നിങ്ങൾക്ക് നിറവേറ്റി തരാതിരിക്കുമോ? ഞാൻ ജീവനോടെ താഴെ എത്തിയാൽ അടുത്ത വീഡിയോയിൽ കാണാം. പിള്ളേരെ, അവള് പോയി. മക്കൾക്ക് വല്ല ആഗ്രഹമുണ്ട് കമന്റ് ചെയ്യാണ്. അപ്പാപ്പന് പറ്റണതാണ് സാധിച്ചു തരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.